സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. ഓട്ടോ ടാക്സി നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് CITU വാഹന പ്രചരണ ജാഥയ്ക്ക് പള്ളുരുത്തിയിൽ സ്വീകരണം നൽകി. ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കുക, അനധികൃത ഓൺലൈൻ സർവീസ് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ജൂലൈ 24 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായി പള്ളുരുത്തി മരുന്നുകട ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്ത് VA സക്കീർ ഹുസൈൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ സംഘടനകൾ സ്വീകരണം നൽകി. CITU ഏരിയ പ്രസിഡന്റ് VA ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ ഏരിയ സെക്രട്ടറി KP സെൽവൻ സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ VA സക്കീർ ഹുസൈൻ, വൈസ് ക്യാപ്റ്റൻ TV രാജൻ, ജാഥ മാനേജർ PR പ്രസാദ് എന്നിവർ സംസാരിച്ചു. KN സുനിൽകുമാർ, MS ശോഭിതൻ, ബെന്നി സെബാസ്റ്റ്യൻ, TP വർഗീസ് തുടങ്ങിയവരും ജാഥയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ജൂലൈ 16 പറവൂരിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ എറണാകുളം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജൂലൈ 16 വൈകിട്ട് എറണാകുളം സൗത്തിൽ റാലിയോടുകൂടി സമാപിക്കും. അവസാനിപ്പിക്കില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു സമരത്തിനൊരു മുദ്രാവാക്യം എടുത്തു, സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് തീരുമാനിക്കുന്ന പോലെയല്ല. ഇത് ചാർജ് വർദ്ധിപ്പിച്ചേ മതിയാകും എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കാൻ ഉള്ള കാരണമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞെന്താ? പശ്ചിമേഷ്യൻ യുദ്ധമാണ്. യുദ്ധത്തിന് ശമനമുണ്ടായി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടി. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു. ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോ പെട്രോളിന് കൂടി, കുറയുമ്പോ കുറക്കണ്ടേ? കുറക്കണില്ല. അതാണ് BJPയുടെ ഒരു പ്രത്യേക തന്ത്രം. പെട്രോളിയം കമ്പനികൾക്ക് നഷ്ടമാണെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന തുക ഈ രാജ്യത്തെ ജനതയുടെ ജീവിതത്തിന് മുകളിൽ വലിയ ഭാരമേൽപ്പിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിയ സാഹചര്യത്തിൽ ചാർജ് വർദ്ധിപ്പിക്കണം. ഞങ്ങൾ ഈ മുദ്രാവാക്യം നിർത്തിയപ്പോ സ്വാഭാവികമായും കോൺഗ്രസ് സുഹൃത്തുക്കൾ, INDC-ക്കാർ, അവരെല്ലാവരും ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സപ്പിലും ആണല്ലോ നമ്മുടെ പ്രധാന ചർച്ച. ചായക്കടകളിലും ചർച്ചയില്ല, ലൈബ്രറികളിൽ ചർച്ചയില്ല, കവലകളിൽ ചർച്ചയില്ല. എല്ലാവരും ഫേസ്ബുക്കിൽ കയറി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കിലെ ചോദ്യം എന്താ? 10 കൊല്ലം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. CITUവിനോട് 10 കൊല്ലം നിങ്ങൾ എവിടെയായിരുന്നു? 10 കൊല്ലം ഒന്നും ചെയ്തില്ലല്ലോ. 10 കൊല്ലം നിങ്ങൾ എവിടെയായിരുന്നു? ഓട്ടോറിക്ഷ തൊഴിലാളികളും ചില ആളുകളെങ്കിലും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡിലൊക്കെ ചോദിക്കുന്നുണ്ടാവും, 10 കൊല്ലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലെ? 10 കൊല്ലത്തിനിടയിൽ 2 വട്ടം ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.